നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് ചലേ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം വായിച്ച് അതിനെങ്ങനെയാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ക്രം മേ ലിഖേ, ക്രമത്തിൽ എഴുതുക എന്നതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം. നമ്മുടെ ചലേ എന്നുള്ള കഹാനിയുടെ ഓരോ ഇൻസിഡന്റും തെറ്റായ ഓർഡറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ശരിയായിട്ടുള്ള ഓർഡറിൽ നമ്മൾ താഴേക്ക് എടുത്തെഴുതണം. അപ്പൊ ഇതില് 6 പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. അത് വായിച്ചു നോക്കാം. അമ്മാനെ സപ്ന ദേഖ, वो टुक्कू को स्कूटी पर बिठाए स्कूൾ छोड़ने जा रही है. അമ്മ ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നത് സ്വപ്നം കണ്ടു. അമ്മാനെ टुक्कू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. അമ്മ ടുക്കുവിന് വേണ്ടി സൈക്കിളും തനിക്ക് വേണ്ടി സ്കൂട്ടിയും വാങ്ങിച്ചു. അമ്മ की कोहनी और घुटने छिल गए. അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകി. അമ്മ और टुक्कू एक दूसरे के गले में बाहें डालकर सो गए. അമ്മയും ടുക്കുവും പരസ്പരം കഴുത്തില് കൈകളിട്ടുകൊണ്ട് ഉറങ്ങി. സൈക്കിൾ ടുക്കു ദോനോ ഗിർ പടേ. സൈക്കിളും ടുക്കും രണ്ടും താഴെ വീണു. सुबह टुक्कू ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. രാവിലെ ടുക്കു തന്റെ സൈക്കിൾ എടുത്തു, അമ്മ തന്റെ സ്കൂട്ടിയും എടുത്തു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്റ്റോറി ഇവിടെ തെറ്റായിട്ടുള്ള ഓർഡറിലാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് ശരിയായിട്ടുള്ള ഓർഡറിൽ താഴേക്ക് എടുത്തെഴുതാം. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഉത്തരം തന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അമ്മാനെ टुक्कू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. അമ്മ ടുക്കുവിന് വേണ്ടിയിട്ട് ഒരു സൈക്കിളും തനിക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങിച്ചു. അപ്പൊ അതിനുശേഷമുള്ളത് സുബഹ് ടുക്കുനെ അപ്നി സൈക്കിൾ നിക്കാലി और അമ്മാനെ അപ്നി സ്കൂട്ടി. രാവിലെ ടുക്കു തന്റെ സൈക്കിൾ എടുത്തു, അമ്മ തന്റെ സ്കൂട്ടിയും എടുത്തു. സൈക്കിൾ ടുക്കു ദോനോ ഗിർപടേ. സൈക്കിളും ടുക്കുവും രണ്ടും വീണു അല്ലെ. ടുക്കു രാവിലെ സൈക്കിൾ എടുത്ത് അത് ഓടിക്കാൻ ഇറങ്ങിയപ്പോ എന്താണ്, പെടല് കാലിലെത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു, ബാലൻസ് തെറ്റിയിട്ട് ടുക്കും സൈക്കിളും താഴെ വീഴാണ് സംഭവിച്ചത്. അപ്പൊ അതാണ് ഇവിടെ മൂന്നാമത്തെ വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് അമ്മാക്കി കോഹനി और घुटने छिल गए. അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകി. അപ്പൊ അമ്മയും സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചപ്പോ എന്താണ്, ബ്രേക്ക് വിട്ടിട്ട് ബാലൻസ് തെറ്റി അമ്മയും വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകിയത്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. അമ്മ और टुक्कू एक दूसरे के गले में बाहें डालकर सो गए. അമ്മയും ടുക്കുവും പരസ്പരം കഴുത്തില് കൈകളിട്ടുകൊണ്ട് ഉറങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവർക്ക് ആക്സിഡന്റ് സംഭവിച്ചില്ല. രണ്ടുപേരും ബാലൻസ് തെറ്റി വീണു. ടുക്കുവിന്റെ തലയിൽ ഒരു മുഴ വന്നു. അമ്മേന്റെ കാൽമുട്ടിലും കൈമുട്ടിലെയും തൊലി ഉരഞ്ഞിളകി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുശേഷം രാത്രി വന്നിട്ട് എന്താണ്, അവരിത് ഡിസ്കസ് ചെയ്തതിന് ശേഷം രണ്ടുപേരും എന്താണ് പരസ്പരം കൈകള് കഴുത്തിലിട്ടുകൊണ്ട് ഉറങ്ങി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് വായിച്ചു നോക്കാം. അമ്മാനെ സപ്ന ദേഖ, वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. അമ്മ സ്വപ്നം കണ്ടു. അമ്മ എന്താ സ്വപ്നം കണ്ടത്, അമ്മ ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തി സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതാണ് അമ്മ സ്വപ്നമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്രമത്തിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മളെപ്പോഴും കഥയിലുള്ള പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. പിന്നെ സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളത്തിലോ ഇംഗ്ലീഷിലോ മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ചലേ എന്നുള്ള സ്റ്റോറി ഓർഡർ തെറ്റിയിട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ക്രമത്തിൽ എഴുതേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നന്നായി വായിച്ചിട്ട് തന്നെ ഉത്തരങ്ങൾ എഴുതുക.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഡയറിയാണ് പഠിക്കാനുള്ളത്. നമ്മുടെ പല എക്സാമുകളിലും ഡയറി എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം നമുക്ക് ആ ചോദ്യം വായിച്ച് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഡയറി എഴുതേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ടുക്കു കി ഡയറി ലിഖേ. ടുക്കുവിന്റെ ഡയറി എഴുതാനുള്ള ചോദ്യമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ താഴെ ടുക്കുവിന്റെ ഡയറി എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. സ്കൂട്ടർ ഓർ സൈക്കിൾ ഖരീദന. സ്കൂട്ടറും സൈക്കിളും വാങ്ങിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്കൂട്ടറും അതേപോലെ ടുക്കുവിന് വേണ്ടിയിട്ട് സൈക്കിളും വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറയണം. പിന്നെ അടുത്തതായിട്ടുള്ളത് രാത് മേ നീന്ത് നഹി ആന. രാത്രിയിൽ ഉറക്കം വരാതിരുന്നത്. ടുക്കുവിന് സൈക്കിള് വാങ്ങിയത് കൊണ്ട് തന്നെ രാത്രി സന്തോഷം കൊണ്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയണം. സുബഹ് സൈക്കിൾ ഓർ സ്കൂട്ടി നിക്കാൽന. രാവിലെ സൈക്കിളും സ്കൂട്ടറും പുറത്തെടുക്കുന്നതിനെ കുറിച്ചിട്ട് പറയണം. ടുക്കു ഓർ അമ്മക്ക ആപ്പസി പരവ കന്ന. ടുക്കുവും അമ്മയും പരസ്പരം കെയർ ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഈ ഡയറിയിൽ പറയേണ്ടതുണ്ട്. സ്കൂട്ടർ സെ ഓർ സൈക്കിൾ സെ ഗിർന. സ്കൂട്ടറിൽ നിന്നും സൈക്കിളിൽ നിന്നും വീഴുന്നതിനെ കുറിച്ച്. ദോനോക്കോ മസ ആന. രണ്ടുപേരും എൻജോയ് ചെയ്യുന്നതിനെ കുറിച്ച്. ആകെ കാ സപ്ന ദേഖ്ന. മുന്നോട്ടുള്ള സ്വപ്നം കാണുന്നതിനെ കുറിച്ചിട്ടും ഡയറിയിൽ പറയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഡയറി എഴുതി കൊടുക്കാം. അപ്പൊ ടുക്കുവിന്റെ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ദിവസം നടന്ന എല്ലാ ഇൻസിഡൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഡയറിയിൽ റൈറ്റ് സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട് 2 ജനുവരി രവിവാർ. രവിവാർ എന്ന് പറഞ്ഞാല് ഞായറാഴ്ച, സൺഡേ ആണ്. അപ്പൊ നമുക്ക് ഡയറി വായിച്ചു നോക്കാം. ആജ് കാ ദിൻ മേരെ ലിയേ ബഹുത് ഖാസ് രഹാ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം സ്പെഷ്യൽ ആയിരുന്നു. അമ്മാനെ മേരെ ലിയേ സൈക്കിൾ ഓർ അപ്നെ ലിയേ സ്കൂട്ടി ഖരീദി. അമ്മ എനിക്ക് വേണ്ടി സൈക്കിളും അമ്മയ്ക്ക് വേണ്ടി സ്കൂട്ടിയും വാങ്ങിച്ചു. മുझे इतनी खुशी हुई कि रात को नींद नहीं आई. എനിക്ക് അത്രയും സന്തോഷമായി, അതുകൊണ്ട് രാത്രി ഉറക്കം പോലും വന്നില്ല. സുബഹ് മേനെ അപ്നി നയി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്നി സ്കൂട്ടി നിക്കാലി. രാവിലെ ഞാൻ എന്റെ പുതിയ സൈക്കിളും അമ്മ സ്കൂട്ടിയും എടുത്തു. ഹം ദോനോ ബഹുത് ഉത്സാഹ സെ ചലെ ഓർ ഏക് ദൂസരെ കാ ഖ്യാൽ രഖ്തേ രഹെ. ഞങ്ങൾ രണ്ടുപേരും വളരെ ഉത്സാഹത്തോടെ പോവുകയും പരസ്പരം കെയർ ചെയ്യുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ചൽത്തെ ചൽത്തെ ഹം ദോനോ ഗിർ ഭി ഗയെ. പോയി പോയി ഞങ്ങൾ രണ്ടുപേരും വീഴുകയും ചെയ്തു. അതായത് ടുക്കു സൈക്കിളിൽ നിന്നും അമ്മ സ്കൂട്ടിയിൽ നിന്നും വീഴുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പെഹലെ തോ തോടാ ദർദ് ഹുവ ലേക്കിൻ ബാദ് മേ ഹം ഖൂബ് ഹസി. ആദ്യമൊക്കെ ചെറിയ വേദന തോന്നി, പക്ഷെ പിന്നീട് ഞങ്ങള് ഒരുപാട് ചിരിച്ചു. ദോനോക്കോ ബഹുത് ആനന്ദായ. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. രാത് കോ മേനെ സപ്ന ദേഖ कि मैं अम्मा को साइकिल पर बिठाकर बाजार घुमा रहा हूँ. രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു അമ്മയെ സൈക്കിളിൽ ഇരുത്തി മാർക്കറ്റ് ചുറ്റിക്കറങ്ങുന്നത്. एक दिन मैं ऐसा ही करूंगा और उसके लिए खूब मेहनत करूंगा. ഒരു ദിവസം ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഡയറി അവസാനിക്കുന്നത്. അപ്പൊ ടുക്കുവിന്റെ ഡയറി നമ്മൾ വായിച്ചു കഴിഞ്ഞു. നമുക്ക് താഴെ തന്ന ആ പോയിന്റുകൾ വെച്ചിട്ടാണ് ഈ ഡയറി എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങള് ഏത് ഡയറി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാലും എന്താണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്? നമ്മൾ ആ കഥ നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പൊ ഏത് രീതിയിലുള്ള ഡയറിയോ പത്രോ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ടുക്കുവിന്റെ ഡയറി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ഇതെന്തായാലും നന്നായി പഠിച്ചിട്ട് പോവാ. പിന്നെ നമ്മുടെ ചാനലിൽ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി കാണാം. നിങ്ങൾക്ക് ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് അഭിപ്രായം ആയാലും എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.